ഇന്നലെ ഞങ്ങൾ ഡങ്കിങ്ങിൻ്റെ ഷോപ്പിൽ പോയി. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് 2 ചോക്ലേറ്റ് ഹോട്ട് ചോക്ലേറ്റും ഒരു കോഫിയും ഒരു മാച്ച ലാറ്റയും കഴിച്ചു. അപ്പോൾ അവിടുത്തെ മാനേജർ ഞങ്ങൾക്ക് ഒരു ഫുൾ ബോക്സ് എന്താ പറയാ ഡോണറ്റ്സ് തന്നു. ഒരു ഫുൾ ബോക്സ് ഡോണറ്റ്സ് ഫ്രീ ആയിട്ട് ഡങ്കിങ് ഞങ്ങൾക്ക് തരണം എന്നുണ്ടെങ്കിൽ വി ആർ കൺസിഡേർഡ് ടു ബി വെരി സ്പെഷ്യൽ. അതിന്റെ കാരണം എന്താണെന്ന് അറിയില്ല, പക്ഷെ അവർ തന്നത് ഫ്രീ ആണ്. ശരിക്കും സത്യമായിട്ടാ പറഞ്ഞു, വിശ്വസിക്കാൻ ഞങ്ങൾക്ക് തന്നെ പറ്റില്ല. അവര് വന്ന് ചോദിച്ചു, can I give you can I offer you a box of donuts? അത്രയും എന്താ പറയാ ബഹുമാനായിരുന്നു അല്ലെ, എന്താ പറയാ നമ്മുടെ സ്റ്റാർ വാല്യൂ ഒക്കെ അറിയാം. നമ്മള് മനേട്ടന്റെ ബേസ്മെന്റ് ആണ് ഇന്ന് കാണാൻ പോകുന്നത്. ഇപ്പോ എന്താ വെച്ചാല് നമ്മള് കിച്ചണിൽ അവർക്ക് കുറച്ച് പണിയുണ്ട്. അപ്പൊ കിച്ചണാണ് നമ്മൾ ചെയ്യണം എന്ന് വിചാരിച്ചത്. ഇപ്പൊ നമ്മൾ തൽക്കാലം ബേസ്മെന്റിലേക്ക് പോകുമ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ഇതാണ് എൻട്രൻസ് ഡോറ്. ഇവിടെ വരുമ്പോൾ ലെഫ്റ്റ് സൈഡില് മേലക്കുള്ള സ്റ്റെയർ കേസ് ഉണ്ട്, റൈറ്റ് സൈഡില് നേരത്തെ ടോയ്ലറ്റ് ഉണ്ട്. ഇവിടെ ഒരു ഡോർ ഉണ്ടാവും. ഈ ഡോറ് നമ്മൾ ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്നു. ഇങ്ങനെ പോകുമ്പോ ഇത് രാഖി ചേച്ചി എന്ന് പറയുന്ന ഒരു ചേച്ചി ഉണ്ട് അവിടെ, എന്റെ ഭാര്യയായിട്ട് വരും. അവള് വരച്ച പടാണ്, കൈ കൊണ്ട് വരച്ചു. ഇതാണ് ബേസ്. ഭൂമിയുടെ അടിയിലാണ് ഇന്നലെ. പക്ഷെ ബേസ്മെന്റ് സവിശേഷത എന്താണെന്ന് വെച്ചാല്, നമ്മൾ നേരത്തെ വന്നപ്പോ വീടിന്റെ ബാക്കിൽ വന്നപ്പോ അവിടെ കിച്ചന്റെ പുറത്തുള്ള ഡെക്ക് ഉണ്ട്. ആ ഡെക്കിന്റെ അടിയിൽ ഒരു സിറ്റിംഗ് സ്പേസ് ഉണ്ട്. ആ സിറ്റിംഗ് സ്പേസിലേക്ക് നമുക്ക് ഇവിടുന്ന് ഓപ്പൺ ചെയ്യാൻ പറ്റും. അതാണ് ഈ കാണുന്നത്. നമ്മളാണ് പോകുന്നില്ല, നമ്മൾ ഇവിടെ വേറെ ഡീറ്റെയിൽസ് നോക്കാം. ഈ ബേസ്മെന്റിനകത്ത് നല്ലൊരു അടിപൊളി സോഫ ഇട്ടിട്ടുണ്ട്, നല്ല കാർപ്പറ്റ് ഉണ്ട്. ഇവിടെ ഒരു ഹോം തിയേറ്റർ സിസ്റ്റം ഉണ്ട്. അതേക്കുറിച്ച് ഞാൻ സ്പെഷ്യലായിട്ട് പിന്നെ പറഞ്ഞുതരാം. ഇപ്പോൾ തൽക്കാലം നമ്മൾ ബേസ്മെന്റിലെ ചില എന്താ പറയാ ടെക്നിക്കൽ സംഗതികളിലേക്ക് നമുക്ക് പോകാം. കാരണം ഒരു വീടിനെ കുറിച്ച് പറയുമ്പോൾ വീട്ടിലിട്ട സോഫയെ കുറിച്ചോ കിച്ചൺ അല്ലെങ്കിൽ ഒരു പാൻട്രി എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ മറ്റു സംഗതികളെ കുറിച്ചൊക്കെ എല്ലാം ഞാൻ പറയുന്നത്. ഞാൻ ആസ് എ എഞ്ചിനീയർ ഞാൻ കാണുന്ന സംഗതികളുണ്ട്. ആ സംഗതികളാണ് ഞാൻ പറയാൻ പറ്റുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് അതിൽ കാര്യങ്ങൾക്ക് മുഴുവൻ കാണാം. ടെക്നിക്കൽ കാര്യങ്ങൾ കേൾക്കണമെന്ന് ആഗ്രഹമില്ലാത്തവർ സ്കിപ്പ് ചെയ്തോളൂ. അപ്പോൾ അടുത്ത ഇവിടെ ഒരു ഒരു ട്രെഡ്മിൽ ഉണ്ട്, ഒരു എന്താ പറയാ റോവർ. ഇവിടെയാണ് ഇവിടുത്തെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ എക്യുപ്മെന്റ്സും വെച്ചത്. ഈ എക്യുപ്മെന്റ്സിൽ എന്തൊക്കെയാണ് നമുക്ക് നോക്കേണ്ടതെന്ന് വെച്ചാൽ, അങ്ങോട്ട് നിൽക്കും നിങ്ങൾ ക്യാമറ അങ്ങോട്ട് അവിടെ നിന്നിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞ് കാണും. അപ്പൊ നമുക്ക് കാണാം. ഓക്കെ, ഇവിടെ നമ്മുടെ ഈ വീട്ടിലേക്ക് വരുന്ന വാട്ടർ ലൈൻ പുറത്ത് നിന്ന് അണ്ടർഗ്രൗണ്ടിലൂടെ, ഓൾറെഡി ഗ്രൗണ്ട് ലെവൽ എന്ന് പറയുന്നത് ഇത് ഏകദേശം ഈ ഹൈറ്റാണ് ഗ്രൗണ്ട് ലെവൽ. ഈ ഗ്രൗണ്ട് ലെവൽ ഹൈറ്റിൽ നിന്നും നമ്മള് വീട്ടിലേക്ക് കയറുമ്പോൾ ഒരു 3 സ്റ്റെപ്പ് കയറിയില്ലേ, ആ 3 സ്റ്റെപ്പ് ഹൈറ്റ് ഇതുണ്ടായിരിക്കും. അത്ര ഹൈറ്റിലാണ് നമ്മുടെ വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോർ ലെവലുള്ളത്. അതിന് താഴെയാണത്. ഇതിന്റെ താഴത്തെ ഈ എന്താ പറയാ ബേസ്മെന്റ് കുഴിച്ചുണ്ടാക്കിയിട്ടുള്ളത് പ്രൊട്ടക്റ്റഡ് വിത്ത് കോൺക്രീറ്റ് വാൾസ്.
ഈ കോൺക്രീറ്റിന്റെ പുറത്ത് അവർ വാട്ടർ പ്രൂഫിങ് ചെയ്തിട്ടുണ്ട്, ആസ് യൂഷ്വൽ നമ്മുടെ ടച്ച് ചെയ്യുന്ന പോലെ. പക്ഷേ ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടേക്കുള്ള വാട്ടർ ലൈൻ അവിടെ വരുന്നത്, പുറത്തുള്ള സർവീസ് ലൈൻ വരുന്നത് ഏകദേശം ഗ്രൗണ്ട് ലെവലിൽ നിന്നും ഒരു 1 മീറ്റർ താഴെക്കൂടെയാണ്, അല്ലെങ്കിൽ 1.2 മീറ്റർ താഴെ. അത് കുറച്ചുകൂടെ താഴ്ത്തിയിട്ട് ഇവിടെ കാണാൻ പറ്റും, ഇവിടെ ഈ ഫ്ലോറിൽ നിന്നാണ് അത് മേലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഈ വാട്ടർ ലൈനെ ഇങ്ങനെ താഴത്ത് കൂടെ കൊണ്ടുവരാനുള്ള ഒരു കാരണം എന്താ വെച്ചാൽ ഇവിടെ വിന്റർ സീസണിൽ ഈ പൈപ്പിലുള്ള വെള്ളം കട്ടയാവും. പുറത്തു കൂടെ കൊടുത്താൽ മണ്ണിന്റെ അടിയിൽ കൂടെ ആണെങ്കിൽ വെള്ളം കട്ടയാവില്ല. റീസൺ എന്താ വെച്ചാൽ മണ്ണിന്റെ അടിയിൽ മേലെ ഇപ്പോൾ -40 ഡിഗ്രി ആണെങ്കിൽ പോലും മണ്ണിന്റെ അടിയിൽ 1 മീറ്റർ താഴത്ത് ആൾമോസ്റ്റ് നമുക്കൊരു 20 ഡിഗ്രി 15 ഡിഗ്രി ടെമ്പറേച്ചർ ഉണ്ടായിരിക്കും. അപ്പോൾ വെള്ളം കട്ടയാവില്ല. അതുകൊണ്ട് വെള്ളം കട്ടയായാലും പ്രശ്നം വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ വെള്ളം ഇരുന്ന് കട്ടായി കഴിഞ്ഞാൽ പൈപ്പ് വേസ്റ്റ് ആവും. അപ്പോൾ അത്തരം ഒരു കാര്യത്തെക്കുറിച്ച് വളരെ കെയർഫുൾ ആയിട്ട് അവർ എന്ത് ചെയ്യുന്നു, പൈപ്പ് താഴെ കൂടെ കൊണ്ടുവന്ന് ഇവിടെ വന്ന് ഇവിടെയാണ് ആ വാട്ടറിൻ്റെ മീറ്റർ ഉള്ളത്. ഈ മീറ്റർ വന്ന് അത് പോയി നേരെ ഈ പൈപ്പ് വഴി ഇവിടെ യൂസ് ചെയ്യുന്ന കോപ്പർ പൈപ്പാണ് കേട്ടോ. ഇതാ മീറ്റർ ഒന്ന് ഈ കോപ്പർ പൈപ്പ് വഴി പോയി അത് നേരെ ഇവിടെ വഴി ഇങ്ങോട്ട് ഇതാ ഫിൽറ്ററിലേക്ക് വന്നു. ഫിൽറ്ററിലേക്ക് വരാതെ 2 ലൈൻ നേരെ പുറത്തേക്ക് പോകുന്നു. അപ്പോൾ പുറത്തേക്ക് പോകുന്ന ഈ 2 ലൈനിന് 2 ഗേറ്റ് വാൽവ് വെച്ചിട്ടുണ്ട്. അത് ഗാർഡനിങ്ങിന് വേണ്ടിയിട്ട്, ഗാർഡനിലെ വെള്ളത്തിന് വേണ്ടി പോകുന്നതാണ്. ഓക്കെ, ഇനി ഇവിടേക്ക് വരുന്നത് ഈ കോപ്പർ പൈപ്പ് വഴി വന്ന് ഈ ഫിൽറ്റർ കം സോഫ്റ്റ്നർ ആണത്. ഈ മെഷീൻ എന്നിട്ട് അത് നേരെ കലോറിഫയറിലേക്കും അതുപോലെ തന്നെ എവിടെയൊക്കെ കോൾഡ് വാട്ടർ സപ്ലൈ ചെയ്യുന്നു അവിടേക്ക് പോകുന്നു. അപ്പോൾ അത് ഇതിന് നമ്മുടെ ഈ പൈപ്പ് ഇങ്ങനെ ഫ്ലെക്സിബിൾ പൈപ്പ് പോകുന്നത് ഇത് ആക്ച്വലി അത് പെക്സ് പൈപ്പാണ് ആ പോകുന്നത്. ഇവിടെ പെക്സ് പൈപ്പ് എന്ന് പറഞ്ഞാൽ ക്രോസ് ലിങ്ക്ഡ് പോളി എത്തിലീൻ ഉപയോഗിച്ചിട്ടുള്ള പൈപ്പുകളാണ്. വളരെ റിലയബിൾ ആണ്, ഫ്ലെക്സിബിൾ ആണ്, അറ്റ് ദ സെയിം ടൈം ഒരുപാട് കാലം നിൽക്കുന്നതാണ്. നല്ല പ്രഷർ എടുക്കാൻ പറ്റുന്ന പൈപ്പാണ്. ആ പൈപ്പാണ് ഈ ബ്ലൂ പൈപ്പ്, പെക്സ് പൈപ്പ്. അത് 1 ഇഞ്ച് ഡയുള്ള പൈപ്പാണ്. അത് വളരെ എന്താ പറയുക റിലാക്സ്ഡ് ആയിട്ട് വയർ ചെയ്തിരിക്കാൻ തോന്നും. ആ സീലിങ്ങിൽ ഇങ്ങനെ അടിച്ചു കൊണ്ടുവരിക. അതിന് പ്രത്യേകിച്ചൊരു ഒരു രീതിയൊന്നും ഉപയോഗിച്ചില്ല. കാരണം എൽബോസും അങ്ങനെയുള്ളതൊന്നും വേണ്ടെന്നും തോന്നുന്നു. അതിവിടെ വന്നിട്ട് ഒരു കണക്ഷൻ അതിന് എടുത്തിട്ട് നേരെ കലോറിഫയറിലേക്ക് വന്നിട്ടുണ്ട്. കലോറിഫയർ എന്ന് പറഞ്ഞാൽ വെള്ളം ഹീറ്റ് ചെയ്യാനുള്ള വലിയൊരു ഹീറ്ററാണ്. ഈ ഹീറ്റർ ഇലക്ട്രിക്കലും വർക്ക് ചെയ്യും, ഗ്യാസിലും വർക്ക് ചെയ്യും. ഗ്യാസ് ലൈന് വേറൊരു ഭാഗത്ത് നിന്ന് തുടങ്ങും. ഇതാണ് ഇൻകമിങ് ഗ്യാസ് ലൈൻ. ഈ ഇൻകമിങ് ഗ്യാസ് ലൈന് ഇവിടെ നിന്ന് ഇവിടെ AC-യുടെ ഹീറ്റിംഗ് ലൈനുണ്ട്, എയർ ഹീറ്റിംഗ് ലൈനുണ്ട്. ഇത് എയർ ഹീറ്റർ കം എയർ കൂളറാണ്. അപ്പോൾ ഗ്യാസിലും എയർ ഹീറ്റ് ചെയ്യാം, ഇലക്ട്രിക്കലും ഹീറ്റ് ചെയ്യാം. ഇവിടെ ഗ്യാസിൽ ഹീറ്റ് രണ്ടിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതൊരു കൺട്രോൾ പാനലിൽ അവിടെ ഓപ്ഷൻ നമ്മൾ സ്വിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇൻകമിങ് ഗ്യാസ് ലൈൻ ഇവിടെ വന്നു, അത് ഇവിടെ ഫീഡ് ചെയ്ത് ഒരു ബ്രാഞ്ച് ഇവിടെ നിന്ന് നേരെ ഈ കലോറിഫയറിന് ഹീറ്റിംഗ് പൊസിഷനിലേക്ക് പോകുന്നു. ഇത് ഞാൻ കാണിക്കുന്നത് എന്താ വെച്ചാൽ ഈ പൈപ്പിംഗ് എല്ലാം വളരെ എന്താ പറയാ കെയർഫുൾ അല്ലാതെ ചെയ്ത പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഗ്യാസ് ലൈൻ ഒന്നും നമ്മൾ ഒരിക്കലും കോപ്പർ പൈപ്പിംഗ് ഒന്നും ചെയ്യില്ല. ഗ്യാസ് ലൈനൊക്കെ നമ്മൾ വളരെ ഷെഡ്യൂൾ 40 അല്ലെങ്കിൽ ഷെഡ്യൂൾ 60 ക്ലാസ് D സ്റ്റാൻഡേർഡിലുള്ള GI പൈപ്പിംഗ് ആണ് നമ്മൾ പൊതുവെ ഇന്ത്യയിലും അതുപോലെ തന്നെ ബ്രിട്ടീഷ് കോളനികളിൽ, അതായത് ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ്സ് യൂസ് ചെയ്യുന്നവർക്കൊക്കെ ഉപയോഗിക്കുന്നു. പക്ഷെ ഇവിടെ അമേരിക്കയിൽ ഇവർ ഉപയോഗിക്കുന്നത് ഈ കോപ്പർ പൈപ്പ്, അത് ഫ്ലെക്സിബിൾ കോപ്പർ പൈപ്പ്. അതിന്റെ വാൾ തിക്നെസ്സിനെ കുറിച്ച് എനിക്ക് വലിയ ധാരണയില്ല. പക്ഷെ എത്രയായാലും ഇത് ഒരു കൺസിഡേർഡ്, ഞാൻ പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അത് കൺസിഡേർഡ് ടു ബി എൻ അൺസേഫ് വേ ഓഫ് ഇൻസ്റ്റലേഷൻ. ലൈക്ക് നിൽക്കുന്നുണ്ടോ, ഇവിടെ ഒന്നൊരു സപ്പോർട്ട് പോലുമില്ല. ഇവിടെ ഈ കോപ്പർ പൈപ്പിന്റെ ഈ അഡാപ്റ്റർ എന്ന് പറയുന്നത് ഒരു തരം കംപ്രസ്ഡ് ഫിക്സിംഗ് ആണ്. പൈപ്പ് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് നമ്മൾ ഇത് ടേൺ ചെയ്ത് ടൈറ്റ് ചെയ്യുമ്പോൾ ആ കോപ്പർ പൈപ്പിന്റെ ഫേസ് ഉണ്ടല്ലോ, ആ കട്ട് ഫേസ്, ആ കട്ട് ഫേസ് അവിടെയുള്ള ഒരു ഇതിൻ്റെ ഒരു ബോൾട്ടിൻ്റെ മേലേക്ക് അമർന്ന് ടൈറ്റ് ആവുക.
അതിന്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇത് ഷെയ്ക്ക് ആയി കഴിഞ്ഞാൽ അത് ലൂസ് ആവാൻ സാധ്യത. അപ്പോൾ ഇത് ഷെയ്ക്ക് ആവാതെ വെക്കണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഹാസ് ടു ഹാവ് എ ഫ്രെയിം വർക്ക്. ഒരു ഫ്രെയിം വർക്ക് വെച്ചിട്ട് അതിലേക്ക് ഫിക്സ് ചെയ്യണമെങ്കിൽ കുഴപ്പമില്ല, അതില്ല. അല്ലെങ്കിൽ ഇതുപോലത്തെ GI പൈപ്പ് വർക്ക് ചെയ്യണം. ഇത് ഷെഡ്യൂൾ 40 ഫിറ്റിംഗ് ആണ്, UL. അപ്പോൾ ഇവിടെ ഒക്കെ ചെയ്ത ഈ വർക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യേണ്ടതാണ്. അത് ഇവർ ചെയ്തിട്ടില്ല. ഇത് പറയുമ്പോൾ മനേട്ടൻ പറയും നിങ്ങൾ അമേരിക്കക്കാരെ കുറ്റം പറയണം. ഞാൻ കുറ്റം തന്നെയാണ് പറഞ്ഞത്. ദിസ് ഇസ് ആൻ അൺസേഫ് മെത്തേഡ് ഓഫ് ഇൻസ്റ്റലേഷൻ. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ ഡിസ്പ്രൂവ് ചെയ്യുന്നു. ഇത് ഇവിടെയൊക്കെ ഉള്ളതൊക്കെ ശരിക്കും പിന്നെ കോപ്പർ ഫിറ്റിംഗ് ഒക്കെ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ടുള്ളത് ഇത് ഇൻകമിങ് കോൾഡ് വാട്ടറാണ്. അത് ഇവിടെ വന്ന് ഒരു തിരിച്ച് പോകുന്നുണ്ട്. അതുപോലെ ഇത് ഹോട്ട് വാട്ടർ സപ്ലൈ ആണ്. ഈ ഹോട്ട് വാട്ടർ സപ്ലൈയും പെക്സ് പൈപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് ഓക്കെയാണ്. ഇത് ബൈപ്പാസ് ഇപ്പം എപ്പോഴെങ്കിലും നമുക്ക് കേടായ ഉപയോഗം വേണ്ട നാട്ടിൽ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേണമെങ്കിൽ അത് ബൈപ്പാസ് ചെയ്തിട്ട് അങ്ങോട്ട് വെള്ളം വിടാതെ പിന്നെ ഓഫ് ചെയ്തിട്ടും ചെയ്യാം. അതൊക്കെ ഓക്കെയാണ്. പക്ഷെ ഇതൊരു 300 to 400 ലിറ്റർ ആണ്. 300 ലിറ്റർ ആണ് ഇത്. അപ്പോൾ നമ്മൾ ആ വാട്ടർ ലൈൻ എങ്ങനെ വന്നു, എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നു നോക്കി ഇനി നമ്മൾ വീണ്ടും തിരിച്ചു പോകുന്നു. 40 gallon. ഓക്കെ. പിന്നെ ഇതിൽ കാണിക്കേണ്ടത് ഇത് ഗ്യാസ്. അതെ, അതെ, ഞാൻ ഇതിന്റെ ഡീറ്റെയിലേക്ക് വരാമെന്ന് വിചാരിച്ചാണ്. പറയാം. ഗ്യാസിൽ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ ഗ്യാസ് ബേൺ ചെയ്യണല്ലോ. ബേൺ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിലെന്ത് ചെയ്യുന്നുണ്ടാവും, ഓരോ ഫ്യൂംസ് ഉണ്ടായിരിക്കും, അതിന്റെ പുകയുണ്ടായിരിക്കും, ഒക്കെ ഉണ്ടാവും. പുകയില്ലെങ്കിൽ ഹോട്ട് എയർ ഉണ്ടാവും. അപ്പോൾ അത് ഈ ബേസ്മെന്റിൽ നിൽക്കാൻ പാടില്ല. ഇവിടെ ഇങ്ങനെ പുറത്ത് വന്നാൽ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അതിനെ പമ്പ് ചെയ്തിട്ട് പുറത്തേക്ക് കളയാൻ വേണ്ടിയിട്ട് ഇവിടെ എക്സോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഇസ് പാർട്ട് ഓഫ് ദ ഇൻസ്റ്റലേഷൻ. ഈ കംപ്ലീറ്റ് ഇൻസ്റ്റലേഷൻ ഇവിടെ ഉണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് എയർ ഹീറ്റ് ചെയ്യാനുള്ളതാണ്. ഈ എയർ ഹീറ്റ് ചെയ്യുമ്പോൾ ആ കോൾഡ് സമയത്ത് അല്ലെങ്കിൽ നമ്മൾ AC ഉപയോഗിക്കുന്ന സമയത്ത് അത് ഡീഹ്യൂമിഡിഫിക്കേഷൻ നടക്കുന്നതുകൊണ്ട് അതിന് ഹ്യൂമിഡിഫയർ ആവശ്യമുണ്ട്. ആവശ്യത്തിന് ഹ്യൂമിഡിറ്റി നമ്മുടെ ലിവിങ് സ്പേസിലേക്ക് വേണം. അല്ലെങ്കിൽ എന്താ വെച്ചാൽ തൊലിയെല്ലാം വരണ്ട് തുടങ്ങും. അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ഹ്യൂമിഡിറ്റി കൺട്രോളർ അല്ലെങ്കിൽ ഹ്യൂമിഡിഫയർ അവിടെ ഉണ്ട്. ആ ഒരു യൂണിറ്റാണ് അവിടെ ഇരിക്കുന്നത്. മേ ബി യു ക്യാൻ സീ ദാറ്റ്. അതെ, കുറച്ചുകൂടെ ഉള്ളിലേക്ക് കൊണ്ടുപോയിട്ട് കാണിക്കും. ഇത് ടെക്നിക്കലി കാര്യങ്ങൾ കാണണം എന്ന് അറിയുന്ന വിചാരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഉണ്ടല്ലോ അതിന്റെ ഡാറ്റയും മറ്റു കാര്യങ്ങളൊക്കെ നമ്മള് അതിന്റെ കമന്റിൽ നമ്മൾ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇടാം. ആവശ്യമുള്ളവര് ഒന്ന് പഠിത്തത്തിന് ആവശ്യമുള്ളവർക്ക് പഠിക്കാം, അല്ലാത്തവര് മൈൻഡ് ചെയ്യണ്ട, വിട്ടേക്ക്. അങ്ങനെ അത് ഹ്യൂമിഡിഫൈ ചെയ്തിട്ട് ഈ എയർ ഡക്റ്റിലേക്ക് കൊടുക്കും. ഈ എയർ ഡക്റ്റ് ഈ ബേസ്മെന്റിന്റെ റൂഫിലൂടെ, അതായത് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിന്റെ അടിയിലൂടെ പൈപ്പുകൾ വഴി ഓരോ സ്ഥലത്തേക്ക് സപ്ലൈ ചെയ്യും. അതിന് ഫ്ലെക്സിബിൾ ഡക്റ്റുകളാണ് പലയിടത്തും യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് GI ഡക്റ്റ് ആണ്, ഇത് ഫ്ലെക്സിബിൾ ഡക്റ്റ് ആണ്. അപ്പൊ അതുവഴി അങ്ങനെ പോകും. പിന്നെ ഇവിടെ കാണിക്കാനുള്ളത് ഇതിൽ നിന്നൊക്കെ AC അല്ലെങ്കിൽ ഇനി ഒരു ഈ കാര്യങ്ങളെ കുറിച്ച് ഇവിടെ മനോജേട്ടൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യും. കാരണം അവര് ഉപയോഗിച്ച സംഗതികൾ മനോജേട്ടൻ പറയും. ആദ്യം മനോജേട്ടൻ ഹായ് പറയും. അപ്പൊ ഇത് ഞാൻ പറഞ്ഞല്ലോ, മനേട്ടന്റെ വീടാണ്. മനേട്ടനാണ് ഇതിന് കൂടുതൽ അറിയാവുന്നത്. ടെക്നിക്കലി ഞാൻ സൗണ്ട് ആണെങ്കിലും ഇവിടുത്തെ കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ മനേട്ടൻ പറയും. ടെക്നിക്കലി ഞാൻ സൗണ്ട് ആണ്. എല്ലാ കാര്യങ്ങളും കലാ സാഹിത്യം ഇതാ വാട്ടർ ഹീറ്റർ. ഇത് വെള്ളം ചൂടായി ഇപ്പൊ എന്തെങ്കിലും കാരണവശാല് ഇത് ഓവർഫ്ലോ ആവുകയാണെങ്കിലോ എന്തെങ്കിലും നമ്മൾ എമർജൻസിയിലേക്ക് വരികയാണെങ്കിലോ ഈ പൈപ്പ് ഇന്ന് വെള്ളം വരുത്താം. പിന്നെ ഇങ്ങനെ പല ഇതിപ്പോ തണുപ്പ് കാലത്താണെങ്കിൽ സമ്മറിലാണെങ്കിൽ ഈ ഇതിന്ന് AC-ന്ന് കണ്ടൻസേറ്റ് വരാം. പിന്നെ ഈ വാട്ടർ ഫിൽറ്ററും വാട്ടർ സോഫ്റ്റ്നർ ഉണ്ടല്ലോ, അതിൽ നിന്ന് കുറെ വെള്ളം പോവും പുറത്തേക്ക് വേണം. അങ്ങനെയുള്ള എല്ലാ വെള്ളവും പോവാനായിട്ട് ഒരു ഡ്രെയിൻ ഉണ്ട്. അത് കോൺക്രീറ്റ് ഒരു ഗ്രില്ല് പോലെ വെച്ചിട്ട് അവിടേക്ക്. അപ്പൊ അത് ഭൂമിയുടെ അടിയിലേക്ക് അത് പോവും. അത് നേരെ പോയിട്ട് സുവർ സിസ്റ്റത്തിൽ കൂടെയാണ് പുറത്തേക്ക് പോകുന്നത്. അപ്പൊ എന്താ വെച്ചാൽ ഇത് കണ്ടാമിനേറ്റഡ് വെള്ളമല്ലേ, അപ്പൊ അത് സുവറിലേക്ക് കൂടെ പോകണം. അപ്പൊ ഇത് ഇതുപോലെ തന്നെ
വീടിന്റെ ഉള്ളിലുള്ള എല്ലാ സുവേജും നമ്മുടെ ടോയ്ലറ്റിൽ നിന്ന് തന്നെ എല്ലാതും ഇതിലാണ് പോകണം. ഇതൊരു പ്രധാന വളരെ സിറ്റി ഭയങ്കരമായിട്ട് നിഷ്കർഷിച്ച് ഉണ്ടാക്കിയുള്ള പല സ്റ്റാൻഡേർഡുകളും ഇവിടെ ഫോളോ ചെയ്യണം. എന്തെങ്കിലും കാരണവശാൽ നമ്മൾ ഇവിടെ എന്തെങ്കിലും സ്റ്റക്കായി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തുറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വാൽവാണിത്. പിന്നെ ഇവിടെ കാണിക്കാനുള്ളത് ഉള്ളില് ഇങ്ങനെ ഒരു പൈപ്പ് വെച്ചിട്ടുള്ളത് നമ്മുടെ നാട്ടിലുണ്ട്. ഈ നമ്മുടെ കക്കൂസിനൊക്കെ പുറകില് ഒരു ഗ്യാസ് പോകാനായിട്ട് ഒരു ഇത് വയ്ക്കും. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വെള്ളം കുറച്ച് ഒഴിച്ച് വയ്ക്കും. അപ്പോൾ ആ വെള്ളം ആണ് സുവേജിൽ നിന്നുള്ള എയർ, ഇപ്പം മീത്തൈൻ അങ്ങനെയുള്ള എയറുകളൊന്നും വീടിൻ്റെ ഉള്ളിലേക്ക് വരാതിരിക്കാൻ വെറുതെ വെള്ളം നിറച്ച് വെച്ചിരിക്കാതെ അങ്ങനെ. പിന്നെ അത്രയേ ഉള്ളൂ ഇവിടെ. പിന്നെ ഇവിടെ ഇത് ഞാനല്ല ഇതിൻ്റെ എക്സ്പെർട്ട്. ഓക്കെ. അതിൽ എന്താ വെച്ചാൽ നമുക്ക് സാധാരണ ഈ പറഞ്ഞ കാര്യത്തിൽ കുറേ കാര്യങ്ങൾ നമുക്ക് ആഡ് ചെയ്യാനുണ്ട്. മനോട്ട് പറഞ്ഞത് മനോട്ടൻ്റെ ഒരു ഇതിലാണ്. ഇവിടെ ഈ ഡ്രെയിനേജും സീവർ ലൈനിലേക്ക് ഇവിടെയുള്ള ഈ ഡ്രെയിൻ കണക്ട് ചെയ്തതിലും ഒക്കെ നമുക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണുള്ളത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആസ് എ MEP ഫെസിലിറ്റി എഞ്ചിനീയർ, അതിനകത്ത് ലൈറ്റും ഒക്കെ അല്ലേ എഞ്ചിനീയർ, എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ബേസ്മെന്റ് ഏരിയയാണ്. അപ്പോൾ ഇവിടെ ഏത് തരത്തിലുള്ള വാട്ടർ സ്പില്ലേജ് ഉണ്ടായാലും അത് ഒരു പിറ്റിൽ കളക്ട് ചെയ്തിട്ട് ആ പിറ്റിൽ നിന്ന് ഫോഴ്സ്ഡ് പമ്പ്, അതായത് ശരിക്കും ഒരു പമ്പ് ഉപയോഗിച്ച് ഫോഴ്സ്ഫുള്ളി അതിനെ പുറത്തേക്ക് പമ്പ് ചെയ്യണം. അല്ലാണ്ട് ഇത്തരത്തിലുള്ള ഒരു ഗ്രാവിറ്റി ഡ്രെയിൻ ബേസ്മെന്റിൽ യൂസ് ചെയ്യാൻ പാടില്ല. ഇത് ഫോർ ദ ടൈം ബീയിങ് ഓൺ റൂട്ടീൻ മാറ്റേഴ്സിൽ ഇത് വർക്ക് ചെയ്യുമെങ്കിലും ഇൻ കേസ് ഓഫ് എൻ എമർജൻസി ഏതെങ്കിലും ഒരു പൈപ്പ് ലീക്ക് ആയാലും ദർ വിൽ ബി എ ഫ്ലോ ഓഫ് വാട്ടർ ഫ്ലഡിങ് ചെയ്യും. ആ ഫ്ലഡ് ചെയ്യുമ്പോൾ ഇവിടെയുള്ള എല്ലാ എക്യുപ്മെന്റും നശിക്കും. അത് നശിക്കാതിരിക്കണമെങ്കിൽ താഴത്ത് ശരിക്കും ഒരു പിറ്റ്, ഒരു 40x40 പിറ്റ് ഉണ്ടാക്കിയിട്ട് വെള്ളം അങ്ങോട്ട് സ്ലോപ്പ് ചെയ്തിട്ട് അതിനകത്തേക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാ വെള്ളവും അതിനകത്തേക്ക് പോവുകയും അതിനകത്ത് ഒരു ഓട്ടോമാറ്റിക് സ്വിച്ച് ഉണ്ടെങ്കിൽ തീർച്ചയായും ആ സമയത്ത് തന്നെ പമ്പ് ചെയ്യുകയും ചെയ്യും. അങ്ങനെയാണ് നമ്മൾ UAE യൂസ് ചെയ്യുന്നത്. ഇവിടെ അത് ചെയ്തിട്ടില്ല, ശരിക്കും അത് ചെയ്യേണ്ടതാണ്. അതുപോലെ ഈ ഒരു മീത്തേൻ ഗ്യാസുകളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു യു ട്രാപ്പ് കൊടുത്തിട്ട് ആ യു ട്രാപ്പിനകത്ത് വെള്ളം ഫില്ല് ചെയ്തിരിക്കണം. സോ ദാറ്റ് ഈ മീത്തേൻ ഗ്യാസുകൾ ഈ ബേസ്മെന്റിലേക്ക് എന്താ പറയുക എക്സ്പോസ് ചെയ്യാതെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടില്ല. പക്ഷെ ഒരു യു ട്രാപ്പിനകത്ത് കൊള്ളുന്ന വെള്ളത്തിൽ ട്രാപ്പ് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ ഫോഴ്സിൽ ചിലപ്പോൾ ഗ്യാസ് ഡെവലപ്പ് ചെയ്യും. അങ്ങനെ ഗ്യാസ് ഡെവലപ്പ് ചെയ്താൽ ബബിൾ ചെയ്ത് ഇതിനകത്തേക്ക് വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സീവർ ലൈനിലെ ബാഡ് സ്മെൽ ഇതിനകത്തേക്ക് വരും. പിന്നെ അത് പോവാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ അത്തരത്തിലുള്ള സ്പേസ് കൊടുക്കില്ല. നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ പൈപ്പ് നേരെ പുറത്തേക്ക് കൊണ്ടുപോയിട്ട് പുറത്തൊരു വെന്റ് കോൾ ഇട്ടിട്ട് കൊടുക്കും. സോ ദാറ്റ് ഇഫ് ഇൻ കേസ് ഇറ്റ് എസ്കേപ്സ് ഇറ്റ് ഷുഡ് എസ്കേപ്പ് ഔട്ട്സൈഡ്, നോട്ട് ഇൻസൈഡ്. അപ്പൊ അത് ഇവരോട് ചെയ്തിട്ടില്ല. കാരണം ഈ പ്ലംബിങ് ചെയ്യുന്ന ആളുകൾ പറയുന്നതിനപ്പുറത്തേക്ക് ഇവിടുത്തെ ഹൗസ് ഓണർ ഇടപെടാറില്ല. പിന്നെ സിറ്റിയുടെ റെഗുലേഷൻസിൽ പ്ലംബേഴ്സ് വെള്ളം ചേർക്കുന്നുണ്ടാവും, അത് ഇവർ അറിയുന്നില്ല. ഇതിന്റെ പ്രോപ്പർ ഡ്രോയിങ്സ് ഇവരുടെ കയ്യിലുണ്ടായിരിക്കും, പക്ഷെ അത് അവർ ഫോളോ ചെയ്യുന്നില്ല. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഇതിനകത്ത് എന്തൊക്കെ തരികിട നടക്കുന്നത്. പക്ഷെ വാട്ടവർ കുറെ സിസ്റ്റംസ് ഫോളോ ചെയ്തിട്ടുണ്ട്, കുറെ സിസ്റ്റംസ് ഇസ് നോട്ട് ആസ് പെർ സ്റ്റാൻഡേർഡ്. എന്തുകൊണ്ട് ഞാൻ അത് പറയുന്നത് വെച്ചാൽ നമ്മൾ UAE ഫോളോ ചെയ്യുന്ന ഏതൊരു സാധനം, ഇപ്പോൾ നമ്മൾ അവിടുത്തെ ഫയർ ഫൈറ്റിംഗ് സ്റ്റാൻഡേർഡ്സ്, അവിടെ UAE ഫയർ ഫൈറ്റിംഗ് സ്റ്റാൻഡേർഡ്സിന് സിവിൽ ഡിഫൻസിന്റെ റെഗുലേഷൻസിന്റെ ബുക്ക് ഉണ്ട്. ആ ബുക്ക് ഫോളോ ചെയ്യണം എന്നാണ്. ആ ബുക്ക് ഫോളോ ചെയ്യുമ്പോൾ ഇൻ കേസ് ഇഫ് ദർ ഇസ് an എമർജൻസി, അല്ലെങ്കിൽ ഇൻ കേസ് ഇഫ് അവരുടെ ബുക്കിൽ പറയാത്ത ഒരു കേസ് സിനാറിയോ ഉണ്ടെങ്കിൽ യു ഹാവ് ടു ഫോളോ NFPA എന്ന് പറയും, നാഷണൽ ഫയർ പ്രൊട്ടക്ഷൻ അതോറിറ്റിയുടെ റെഗുലേഷൻസ്. ഈ NFPA അമേരിക്കയുടെയാണ്. അപ്പൊ ഈ അമേരിക്കയുടെ റെഗുലേഷൻസ് ഫോളോ ചെയ്യാനാണ് പറയാം. അതുപോലെ തന്നെ നമ്മൾ ഇലക്ട്രിക്കലോ അല്ലെങ്കിൽ അങ്ങനെയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും സാധനങ്ങളാണ് UAE റെഗുലേഷനിൽ ഉള്ളത് അല്ലാത്തൊരു സെനേറിയോ ഉണ്ടെങ്കിൽ യു ഹാവ് ടു ഫോളോ ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയാം. അപ്പൊ ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ്സിൽ ഇതെല്ലാം പറഞ്ഞു പോകുന്നു. അങ്ങനെയൊക്കെ പറയുന്ന UAE നമ്മൾ ജോലി ചെയ്യുകയും
ഇതൊക്കെ എക്സിക്യൂഷൻ ചെയ്യുകയും ചെയ്യുന്ന നമ്മൾ ഇവിടെ വന്നപ്പോൾ ഈ റെഗുലേഷൻസ് എഴുതിയ ആൾക്കാരുടെ നാട്ടില് പല കാര്യങ്ങളും തോന്നിയ പോലെയാണ്. അതില് എനിക്ക് വളരെയധികം വിഷമമുണ്ട്. ഇവിടെ വിഷമം നമുക്കല്ലേ, കാരണം ഇത് എഴുതിയ ആൾക്കാരുടെ നാട്ടിൽ എങ്ങനെയാണ് നമ്മളെ അവിടെ കുത്തിപ്പിടിച്ച് അത് ഫോളോ ചെയ്യണമെന്ന് പറയാം. അതുകൊണ്ടുള്ള സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യുന്നുള്ള ഗുണം നമുക്കുണ്ട്. കാരണം ഇവിടത്തേക്കാൾ ഹാഷ് എൻവയോൺമെന്റ് ആണോ അതോ ഇവിടുത്തെയാണോ ഹാഷ് എൻവയോൺമെന്റ് എന്നുള്ളത് ശരിക്കും കണ്ടറിയേണ്ടതുണ്ട്. ഒന്നുകൂടെ പുറകിലേക്ക് പോയി. ഇതാണ് ഇവിടുത്തെ ഇലക്ട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ബോർഡ്. ഈ ഇലക്ട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് ശരിക്കും കണ്ടാല് ഇതിപ്പോ ഒരു 10-15 വർഷമായിട്ടുള്ള ഒരു വീടാണ്. 16 വർഷമായിട്ടുള്ള വീടാണ്. അപ്പോ ഫെയർലി പുതിയ വീടാണ്. കുറച്ചുകൂടെ പുറകിലേക്ക് പോയി. ഫെയർലി പുതിയ വീടാണ്. അങ്ങനത്തെ ഒരു വീട്ടില് ഇങ്ങനത്തെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് നമ്മൾ ഒരിക്കലും UAE കാണില്ല. കാരണം ഇത് ഏകദേശം 10-30 വർഷം മുമ്പ് ഉപയോഗിച്ചിരുന്ന ഒരു കൈൻഡ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ബോർഡാണ്. നമ്മൾ ഇത്തരം കൈൻഡ് ഓഫ് MCBC യൂസ് ചെയ്യുന്നില്ല ഇപ്പോൾ. ഇതൊക്കെ ഔട്ട്ഡേറ്റഡ് ആണ്. ഈ ബ്രേക്കർ ഒക്കെ ഇതൊക്കെ ഔട്ട്ഡേറ്റഡ് കൈൻഡ് ഓഫ് ബ്രേക്കറാണ്. നമ്മൾ യൂസ് ചെയ്യുന്നില്ല. സ്ക്വയർ ഡിയുടെയും അതുപോലെ ഈട്ടിന്റെ ഒക്കെ ഇത് പഴയ ബ്രേക്കേഴ്സ് ആണ്. ഇതൊക്കെ ഇപ്പോഴും ഇവിടെ യൂസ് ചെയ്യുന്നത്. ഈ മെയിൻ ഡിസ്കണക്ഷൻ എന്നുള്ളതിന്റെ ഈ ഫ്രെയിമിന്റെ ഉള്ളിൽ ഈ MCCB ആണ്. ഈ MCCBയുടെ ഉള്ളിൽ അതിന്റെ ഡീറ്റെയിൽസ് ഉണ്ട്. അത് വിസിബിൾ അല്ല. വിസിബിൾ അല്ലാത്ത, അത് ഇൻകമിങ് ബ്രേക്കറിന്റെ മെയിൻ ബ്രേക്കറിന്റെ ഡീറ്റെയിൽസ് വിസിബിൾ അല്ലാത്ത ഒരു കവറ് നമ്മുടെ അവിടുത്തെ അതോറിറ്റി അപ്രൂവ് ചെയ്യില്ല. രണ്ടാമത്, ഈ പൈപ്പ് ഇതിലേക്ക് വരുന്ന കേബിള് നേരെ പുറത്തുനിന്ന് വരുന്ന കേബിളാണ്. ഈ പുറത്തുനിന്ന് വരുന്ന കേബിള് ഒരു പൈപ്പ് വഴി, അതും നോക്കൂ PVC പൈപ്പ് വഴിയാണ് അകത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അതും അപ്രൂവ്ഡ് മെത്തേഡ് അല്ല. ആ പൈപ്പിന്റെ ഉള്ളിലൂടെ ഇൻ കേസ് വെള്ളം വന്നു കഴിഞ്ഞാൽ നേരെ എവിടേക്ക് വരും? ഈ DBയിലേക്ക് വരും. അത് ഹസാർഡസ് സിറ്റുവേഷൻ ആണ്, അപ്രൂവ്ഡ് അല്ല. പിന്നെ ഈ പുറത്തേക്ക് പോകുന്ന കേബിൾസ് കംപ്ലീറ്റ് ഓഫ് കോഴ്സ് എല്ലാം ഫ്ലെക്സിബിൾ കേബിൾസ് ആണ്. UL അപ്രൂവ്ഡ് ആണ്. പക്ഷേ ആസ് പെർ നമ്മുടെ സ്റ്റാൻഡേർഡിൽ ഇതൊക്കെ GI കോൺഡ്യൂട്ട് വഴി ചെയ്തിരിക്കണം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, തോന്നിയ പോലെ ചെയ്തിരിക്കുക. ആ ചെയ്തത് തന്നെ ഒരു വൃത്തി വെടുപ്പിലല്ല ചെയ്തിരിക്കുന്നത്, തോന്നിയ പോലെ വലിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ സാധാരണ ഒരു പൂരപ്പറമ്പിലൊക്കെ ട്യൂബ് ലൈറ്റിന് കണക്ഷൻ കൊടുക്കുന്ന പോലെയാണ് കൊടുത്തുള്ളത്. എന്റെ ഫുൾ വിമർശനം ഇതിലാണ്. ശരിക്കും പറഞ്ഞാൽ തീരെ സേഫ് അല്ല, അൺസേഫ് മെത്തേഡ് ഓഫ് ഇൻസ്റ്റലേഷൻ ആണ്. എന്നിട്ട് ഇത് ഒരു ഹീറ്റിംഗ് ആൻഡ് കൂളിംഗ് ഡക്റ്റ് ആണ്, GI ഡക്റ്റ് ആണ്. പല കേബിളും അതിന്റെ മേലെ ടച്ച് ചെയ്തിട്ട് പോയിട്ടുണ്ട്. ശരിക്കും അങ്ങനെ ഹീറ്റ് ചെയ്യുകയും കൂൾ ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഡക്റ്റിന്റെ മേലെ ഈ കേബിൾ കിടന്നു കഴിഞ്ഞാൽ ആ ഇൻസ്റ്റലേഷൻ കുറെ കഴിയുമ്പോൾ ഡിറ്റീരിയറേറ്റ് ചെയ്യും, അത് ബ്രേക്ക് ആവും, അതിൽ ലീക്കേജ് ഉണ്ടാവും. ദർസ് എ പോസിബിലിറ്റി ഓഫ് ഫയർ. അപ്പോൾ ആക്ച്വലി ഈ ഡക്റ്റ് ഇൻസുലേറ്റ് ചെയ്യേണ്ടതാണ്, അത് ഇൻസുലേറ്റ് ചെയ്തിട്ടില്ല. അത് സെക്കൻഡ്. അപ്പൊ അങ്ങനെ നോക്കിയാൽ ഇതൊക്കെയാണ് അവിടുത്തെ സിറ്റുവേഷൻ. ഇനി ഇത് ഈ ബ്രേക്കറിന്റെ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, അത് കൂടുതൽ ടെക്നിക്കലാണ്. അപ്പൊ അത് നമുക്ക് യൂട്യൂബിൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ഒരു വെല്ലുണ്ട്, ഒരു കിണർ. ഈ കിണറിന്ന് പമ്പ് ചെയ്യുന്നുണ്ട് വെള്ളം. ആക്ച്വലി ഇത് ഇവരുടെ ഉപയോഗത്തിലുള്ള വെള്ളമല്ല. ഇത് ഈ എക്സ്റ്റേണൽ കോൺക്രീറ്റ് വാള് ഉണ്ടാക്കിയിട്ട് ഒരു ബേസ്മെന്റ് ഉണ്ടാക്കിയപ്പോൾ ഈ വാളിന്റെ പുറത്തുകൂടെ വെള്ളം താഴത്തേക്ക് ഇറങ്ങുകയും ഈ കോൺക്രീറ്റിന്റെ അടിയിൽ ഒക്കെ വെള്ളം വന്നിട്ട് ഒരു ബാക്ക് പ്രഷർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് ഒഴിവാക്കാൻ ഇവർ വെല്ലുണ്ടാക്കിയിട്ട് ഈ വെല്ലില് വെള്ളത്തിന്റെ ലെവല് കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി പമ്പ് ചെയ്യുന്ന ഒരു ഫ്ലോട്ട് സ്വിച്ച് വെച്ചിട്ടുണ്ട്. ഒരു പമ്പും ഒരു എന്താ പറയാ സം പമ്പ് വെച്ചിട്ടുണ്ട്. ആ സം പമ്പ് ഇതിനെ പമ്പ് ചെയ്ത് കളയുന്നുണ്ട്. അപ്പൊ ഈ കോൺക്രീറ്റിന്റെ പുറത്ത് വരുന്ന ബാക്ക് പ്രഷർ വാട്ടറിനെ പമ്പ് ചെയ്യാൻ വെച്ച ഈ സാധനം അതുപോലെ തന്നെ അനത് യൂണിയന്റെ ഉള്ളില് ലീക്കേജ് ഉണ്ടെങ്കിൽ പമ്പ് ചെയ്യാൻ വെക്കേണ്ടതായിരുന്നു. അത് വെച്ചിട്ടില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അത് ഒരു കാര്യം ചെയ്തിട്ടുള്ളത്, ഇവിടെ ഇങ്ങനെ വട്ടത്തിലിരിക്കുന്ന ഒരു സാധനം ഉണ്ടാവും. അത് വാട്ടർ സെൻസറാണ്, ഹ്യൂമിഡിറ്റി ആൻഡ് വാട്ടർ സെൻസർ. അപ്പൊ ഇവിടെ വെള്ളം വന്നു കഴിഞ്ഞാല് അപ്പൊ എനിക്ക് വെള്ളടിക്കും. അപ്പൊ നമുക്ക് വന്ന് നോക്കാം. അല്ലെങ്കിൽ നമ്മള് നോക്കിയില്ലെങ്കിൽ ഫയർ, അതെ, ഫയറിനെ അറിയിക്കാം. ഞാൻ പറയുന്നത് അത് യു ഹാവ് എ സെൻസർ. അതെ, പക്ഷെ യു ഹാവ് ടു ആഡ് അനദർ പമ്പ്. അതാണ് ഞാൻ പറഞ്ഞത്. കാരണം ആ സിറ്റുവേഷനെ ഒഴിവാക്കാം. അതെ. പിന്നെ വേറൊരു ഇവിടെ കറണ്ട് പോയി കഴിഞ്ഞാല് നമുക്ക് ബാക്കപ്പ് ബാറ്ററി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ വലിയ സ്റ്റോം ഉണ്ടായി, കറണ്ട് പോയി, അപ്പോഴാണ് കൂടുതൽ ആവശ്യം വരിക ഈ സംഭവത്തിന്റെ. അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ
എത്രയോ 2 മണിക്കൂർ. മറ്റോ ഈ ബാറ്ററി വർക്ക് ചെയ്യും. ബാറ്ററി കൊണ്ട് ഓക്കെ, അത് അതിന്റെ മിനിമം റിക്വയർമെന്റ് ആണ് ആക്ച്വലി. ചിലരൊക്കെ ഇതിന് പകരം ജനറേറ്ററും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇൻ കേസ് അതുണ്ടാവും. ഇത് മിനിമം റിക്വയർമെന്റ് ആണ്. ഓക്കെ, അത് സെക്യൂരിറ്റി സിസ്റ്റം ആണ് അതിന്റെ വയറിങ്ങും ഇതൊക്കെ. ഓക്കെ, അപ്പോൾ പക്ഷെ ഇതൊക്കെ ഉണ്ടെങ്കിലും കൂടെ ഞാൻ പറയുന്നത് വെച്ചാൽ സാധാരണ നമ്മൾ ഇപ്പോൾ UAE-യിലുള്ള ഒരു ഹൗസിങ്ങോ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ഒരു ഹൗസ് ആണെങ്കിൽ ഇത്രയധികം ഇക്വിപ്മെൻസും കാര്യങ്ങളൊന്നും ആവശ്യമില്ല. ഇതൊക്കെ ആവശ്യമായിട്ട് വരുന്നത് ഇവിടുത്തെ ഈ വളരെ എക്സ്ട്രീം ആയിട്ടുള്ള വെതർ നിലനിൽക്കുന്നുണ്ടാണ്. അപ്പോൾ ആ വെതറിനെ ഓവർകം ചെയ്യാൻ ഇവർ വളരെ കഷ്ടപ്പെട്ട് നമുക്ക് ഇനി മുന്നോട്ട് മേലേക്ക് പോവാം. ബേസ്മെൻറ്റിൻ്റെ അടിയിൽ നമ്മൾ ഇപ്പോൾ ബേസ്മെൻറ്റ് മേലെ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത് ചിപ്പ് ബോർഡ്, ആ ഒരു ചിപ്പ് പ്ലൈ ഉപയോഗിച്ചിട്ടാണ് അതിൻ്റെ എല്ലാം ചെയ്തത്. എല്ലാം വുഡാണ് അവർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ വുഡ് ഉപയോഗിക്കുന്നു, എങ്ങനെ വുഡ് ഉപയോഗിക്കാൻ പറ്റും എന്നൊക്കെ എല്ലാവർക്കും സംശയം ഉണ്ടാവും. അപ്പോൾ അത് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇവിടെ അത് ഏറ്റവും വലിയ തമാശ. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഗ്രൗണ്ട് ലെവലാണ്. ഇവിടെ കാര്യമായ ഒരു വാട്ടർ പ്രൂഫിങ് അല്ലെങ്കിൽ അങ്ങനത്തെ സാധനം കാണില്ല നിങ്ങൾ. പക്ഷേ വാട്ടർ പ്രൂഫിങ് ഉണ്ട്. പക്ഷേ ഇവിടുത്തെ ഒരു അത്ഭുതം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഉറുമ്പുകളും ചെതലും പിന്നെ അതുപോലെ തന്നെ ഇതൊന്നും ഈ ഇൻസെക്ട്സ് ഒന്നും ഇല്ല, വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ 16 കൊല്ലമായിട്ട് ഇവിടെ ഒന്നും നിങ്ങൾക്ക് ഒരു സാധനത്തിൻ്റെ ഒരു 8 കാലിൻ്റെ പോലും കൂട് കാണാൻ പറ്റില്ല. അല്ലെങ്കിൽ എത്രയൊക്കെ നമ്മുടെ ഒക്കെ നാട്ടിലാണെങ്കിൽ എന്തോരം സംഗതികളുണ്ടാവും, എന്തോരം ക്ഷുദ്രജീവികളുണ്ടാവും. അപ്പോൾ അതൊന്നുമില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇവിടുത്തെ ഈ എക്സ്ട്രീം വെതർ ഇവർക്ക് താങ്ങില്ല. അതുകൊണ്ട് ഇവർ രക്ഷപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ ഒന്നും ഒരു ചെതലോ ഉറുമ്പോ ഒന്നും ഉണ്ടാവില്ല. അതാണ് ഇവരുടെ ഒരു അഡ്വാൻറ്റേജ്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നത്. ഇതൊക്കെ നമ്മുടെ നാട്ടിലാണ് ചെയ്തേക്കുന്നത് വെച്ചെങ്കിൽ ഒരു കൊല്ലം കഴിയുമ്പോഴേക്ക് ചെതലിൻ്റെ അജീരവിലേ ഉണ്ടാവും. അപ്പോൾ അത് അറിഞ്ഞിരിക്കേണ്ട ഒരു സംഗതിയാണ്. പല കാര്യങ്ങളും എനിക്ക് ഫീൽ ചെയ്തു, പക്ഷെ കുഴപ്പമില്ല. ഓക്കെ ഓക്കെ, അപ്പോൾ കുഴപ്പമുണ്ടായാലും ഇല്ലെങ്കിലും ഞാൻ പറയാറുണ്ട്. പിന്നെ ഇനി പറയുമ്പോൾ അപ്പോൾ അതാണ് ആ ബേസ്മെന്റ് റൂം ഉണ്ടായിരുന്നത്. ബേസ്മെന്റ് റൂമിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് വന്നു. അപ്പോൾ ഈ സെറ്റപ്പിൽ ഇത്തരം എക്സ്ട്രീം വെതറിൽ അതിനെ ഫൈറ്റ് ചെയ്യാൻ പറ്റിയ എക്സ്ട്രീം വെതറിൽ അതിനെ ഫൈറ്റ് ചെയ്യാൻ പറ്റിയ ഇക്വിപ്മെന്റ്സ് ഒക്കെ കാശ് കൊടുത്ത് മേടിച്ച് പണം ചെലവാക്കി ഇങ്ങനെ വീടുണ്ടാക്കിയിട്ട് എന്തിനിവിടെ താമസിക്കണം? അതല്ലേ ക്വസ്റ്റ്യൻ. അതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ് ഞാൻ പറയുന്നത്. മനുഷ്യന് ആവശ്യമുള്ള ഫെസിലിറ്റീസ് ഉണ്ടാക്കിയെടുത്തിട്ട് ആവശ്യത്തിനുള്ള ലിബേർട്ടി, ആവശ്യത്തിന് മനുഷ്യനെ സംരക്ഷിക്കുന്ന നിയമങ്ങൾ, അവന്റെ പേഴ്സണൽ ആവട്ടെ, അവന്റെ ഫാമിലിയുടെ ആവട്ടെ, അവന്റെ കമ്മ്യൂണിറ്റിയുടെ ആവട്ടെ, ലിബേർട്ടി മുഴുവനായിട്ട് അംഗീകരിച്ചു കൊടുക്കുന്ന ഒരു നിയമവ്യവസ്ഥിതി ഉണ്ടാക്കി വെച്ചിട്ട് അതിന് അനുയോജ്യമായ അവനെ ഇഷ്ടപ്പെട്ട രീതിയിൽ അവന്റെ സൗകര്യങ്ങൾക്ക് ഉതകുന്ന രീതിയിലുള്ള പാത്ത് വേസും റോഡ്സും ഒക്കെ ഉണ്ടാക്കാനും അത് ഉണ്ടാക്കിയിട്ട് അവിടെ വളരെ സൗകര്യപ്രദമായിട്ട് ജീവിക്കാനും ഉള്ള ഒരു അവസ്ഥ ഉണ്ടാക്കി വെച്ചാൽ മനുഷ്യര് പിന്നെ ഫൈറ്റ് ചെയ്യേണ്ടത് ഈ വളരെ എക്സ്ട്രീമായിട്ടുള്ള വെതറിനെ മാത്രമാണ്. ആൻഡ് ദാറ്റ് നമുക്ക് ഇക്വിപ്മെന്റ്സ് ഉപയോഗിച്ചിട്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓഫ്കോഴ്സ് നമുക്ക് നല്ല ഒരു ജീവിക്കാനുള്ള ഒരു ഇടം. അത് ചൂസ് ചെയ്തിട്ടാണ് ജനങ്ങൾ അമേരിക്കയിലേക്ക് വരുന്നത്. അതുകൊണ്ടാണ് അമേരിക്കയിലേക്ക് വന്ന ആൾക്കാർ എന്തുകൊണ്ട് തിരിച്ചു പോകുന്നില്ല? അമേരിക്കയിൽ വന്നവരൊക്കെ അവിടെ കൂടുകയല്ലേ. ഇവിടെ കൂടാനുള്ള റീസൺ ഇതാണ്. അല്ലാണ്ട് ഇവിടെ താലത്തിലെടുത്തൊന്നും വെച്ചിട്ടില്ല. കാരണം ഇവിടെ ഇപ്പോ ഒരു കിച്ചണിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം, കിച്ചണിൽ അല്ലെങ്കിൽ വേണ്ട ഇവിടെ ഇപ്പോൾ ഒരു സിങ്ക് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഒരു പ്ലംബറെ വിളിക്കാൻ ഒരു പ്ലംബറെ നമ്മൾ ആവശ്യമുണ്ട്. സിങ്കിന്റെ ഒരു PVC പൈപ്പ് ഫിറ്റ് ചെയ്യാനാണ്. ഹാഫ് ആൻ അവർ ജോബാണ്. അത് നമ്മൾ $200 കൊടുക്കും. അവന് പറയട്ടെ, ഈ $200 എന്ന് പറയുന്നത് ആ പ്ലംബർക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അറ്റ്സ് എ ഹ്യൂജ് എമൗണ്ട്.
പക്ഷെ പ്ലംബറെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒരു 50 കിലോമീറ്റേഴ്സ് ഡ്രൈവ് ചെയ്ത് വരുന്നതാവും, മേ ബി ഹാഫ് ഡേ വർക്ക് ആയിരിക്കും അത്. അയാളുടെ എക്സ്പെൻസസ് കൂടുതലാണ്. അപ്പൊ ഈ അയാളുടെ എക്സ്പെൻസ് താങ്ങാൻ പറ്റുന്ന ഒരു സാലറി അയാൾ ചോദിക്കും. ആ സാലറി നമുക്ക് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ നമ്മൾ അയാളെ വിളിക്കില്ല. അപ്പൊ ഇത് നമുക്ക് ഹൈ സാലറി ഉണ്ടെങ്കിൽ നമുക്കിത് ജീവിക്കാൻ പറ്റുള്ളൂ. ഈ ഹൈ സാലറി നമുക്ക് കിട്ടുമ്പോഴേ നമ്മൾ ജീവിക്കുള്ളൂ. രണ്ടും ഒരുമിച്ചാണ്. നമുക്ക് ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റുള്ളൂ, കിട്ടുമ്പോഴേ നമ്മൾ ജീവിക്കുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ജീവിക്കില്ല. അപ്പൊ ഇവിടെയുള്ള ആൾക്കാർക്ക് ഇപ്പോ 30,000 35,000 പെർ മന്ത് കിട്ടുന്ന ആളുകളുണ്ടായിരിക്കും. പക്ഷെ ഇതുപോലൊരു വീടിന് ഇപ്പൊ ബോസ്റ്റണില് പോളിന്റെ ന്യൂജേഴ്സിയില് ഷാലിയുടെ വീടിന്റെ ടാക്സ് എന്ന് പറയുന്നത് പെർ ഇയർ $12,000 ആണ്. ചെറിയ വീടാണ്, ഇത്രയൊന്നുമില്ല. പക്ഷെ ബോസ്റ്റണിൽ എത്തുമ്പോൾ അത് അറൌണ്ട് 15,000 ആണ്. പിന്നെ ഇൻഷുറൻസ്, ഇവിടെ ഒരുപാട് എക്സ്പെൻസസ് ഉണ്ട്. ഈ എക്സ്പെൻസസ് ഒക്കെ മീറ്റ് ചെയ്യണമെങ്കിൽ യു ഹാവ് ടു ഹാവ് മണി. അപ്പോ ഇത് ഒരു എലിവേറ്റഡ് സ്പേസ് ആണ്. നമ്മുടെ നാട്ടില് അല്ലെങ്കിൽ ദുബായിലുള്ളതിനേക്കാൾ ഒരു എലിവേറ്റഡ് സ്പേസ് ആണ്. ഓരോ സാധനങ്ങൾക്കും ഇൻഷുറൻസ് ആണ്. ഇനി ഇവിടെ വേറെ റൂമുകൾ കിട്ടും. അത് ഇവിടെ ഒരു റൂമുണ്ട്, ഇവിടെ ഒരു ബെഡ്റൂമാണ്. ഇവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട്, ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട്, ഇവിടെ മോള് ഉറങ്ങാണ്. ബേസ്മെന്റിലാണ്. ഞാൻ അവിടെ പറഞ്ഞ പോലെ തന്നെ എല്ലാ കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് വേറെ തമാശ ഞാൻ അവിടെ കാണിച്ചത്, അത് എന്തുകൊണ്ടാണ് പിന്നീട് ഇവിടെ ഇത് ഒരു ഹോം തിയേറ്റർ സിസ്റ്റം. ഈ ഹോം തിയേറ്റർ സിസ്റ്റം നമ്മുടെ നാട്ടിൽ അത്ര അധികം കണ്ടിട്ടില്ല. മേ ബി ചിലർക്ക് കണ്ടെങ്കിൽ ഇത് ലേസർ ഹോം തിയേറ്റർ സിസ്റ്റം. ഇതിന്റെ പേര് ഫോർ മൂവി എന്നാണ്. ഫോർ മൂവി ഇത് ആൾമോസ്റ്റ് $4,000, $3,000 to $4,000 ആണ് ഇത് വരുന്നത്. ഇതിന്റെ പ്രൊജക്ഷൻ വരുന്നത് ഇവിടെ നിന്നാണ്. ലേസർ പ്രൊജക്ഷൻ ആൾമോസ്റ്റ് 2 feet ഫ്രം ദ വാൾ. ഈ 2 feet ഫ്രം ദ വാളില് നമുക്ക് ഈ വാളിൽ ഏകദേശം ഇവിടെ നിന്ന് ഈ ബോക്സ് മുതൽ ആ ബോക്സ് വരെയുള്ള വളരെ വലിയൊരു സ്ക്രീൻ പ്രൊജക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് ഓഫ്കോഴ്സ് ഞാൻ വാള ഫോർ മൂവി എന്നാണ്. നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ മതി, ഫോർ മൂവി. പിന്നെ അതിനെ അൾട്രാ ഷോർട്ട് ത്രോ ടൈപ്പ് ഓഫ് പ്രൊജക്ടർ എന്ന് പറയാം. അതായത് സ്ക്രീനിന്റെ വളരെ അടുത്ത് താഴെ കൊണ്ടുവയ്ക്കാൻ പറ്റുന്ന ഒരു ഇതാണ്. അപ്പോൾ ലേസർ പ്രൊജക്ഷൻ ആയതുകൊണ്ട് ക്ലാരിറ്റി ഭയങ്കര കൂടുതലായിരിക്കും. ലൈറ്റ് പുറമേ നിന്ന് വരുന്ന ലൈറ്റ് ഉണ്ടെങ്കിലും പിക്ചർ കാണാൻ പറ്റും. അങ്ങനെയുള്ള കുറച്ച് ഗുണങ്ങൾ. ഓൺ ചെയ്യും. കുറച്ച് ദൂരം മാറി നിന്നാലാണ് കാണാൻ പറ്റുള്ളൂ. ലൈറ്റ്സ് ഒക്കെ ഓഫ് ചെയ്യും.
കട്ട് ചെയ്ത് കളയാം. ഫോർവേഡ് അടിച്ചാൽ മതി. ഫോർവേഡ് അടിച്ചു. At Verizon, every phone can be the new iPhone 16 Pro with Apple Intelligence. Wow. ഇത് ക്ലാരിറ്റി എന്ന് പറയാം. At Verizon, new and existing customers can get iPhone 16 Pro and a new iPad all on us. മനേട്ടൻ അതിന്റെ അടുത്തേക്ക് പോയ സ്ക്രീനിന്റെ അടുത്തേക്ക് പോയേ. I'm the team mascot. Boy, am I running late. What I did. Have you ever had And our height, insurance coverage? The cost to cover that might take your season. ആക്ച്വലി ഇപ്പോ ഇത് ഈ സ്റ്റീരിയോയിലല്ല, ഇത് അതിന്റെ മേലെ തന്നെയുള്ള സ്റ്റീരിയോ സിസ്റ്റം ആണ്, അതിനുള്ള സൗണ്ട് സിസ്റ്റത്തിലാണ്. ഓക്കെ, അപ്പോൾ അത്രയും അടിപൊളിയായിട്ടുള്ള ഒരു പ്രൊജക്ടറാണ്. ഹോം മൂവി എന്തൂസിയാസ്റ്റുകൾക്ക് അത് എൻ്റെ ഭിത്തിയിൽ നിൽക്കുന്നുണ്ട്. എന്ത് ക്ലാരിറ്റിയാണ്, ശരിക്കും നല്ല ക്ലാരിറ്റി. ടെക്സ്റ്റുകളൊക്കെ വരുമ്പോൾ നിൽക്കാം. ആ മേൽഭാഗത്ത് AD047 എന്ന് റൈറ്റ് സൈഡ് കോർണറിൽ സോ ക്യൂട്ട്, വെരി ക്യൂട്ടാണ്. ഇപ്പൊ അവര് ഓഫ് ചെയ്തു. The Lexus ES didn't begin in the studio, it began with you.